ചെയ്യുന്നത് എല്ലാത്തിലും പാകത്തിനനുസരിച്ച് കുറച്ച് ചോറിട്ട് കൊടുക്കാം. എല്ലാത്തിലും ഒരുപോലെ ചോറൊക്കെ ഇട്ട് നമുക്ക് ഇനി അടുത്തത് തക്കാളി കൂട്ടാൻ. എല്ലാം ഞാൻ ഉണ്ടാക്കിയ തക്കാളി കൂട്ടാൻ നമുക്ക് വെച്ചെടുക്കാം. അടിപൊളി തക്കാളി കൂട്ടാനാണ്. എല്ലാത്തിലും 4 പൊതിയിലും നമുക്ക് ഒരേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം തക്കാളി കൂട്ടാൻ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നല്ല വെള്ളച്ചമ്മന്തി, നല്ല തേങ്ങയും മുളകും ഉപ്പും ചെറിയ ഉള്ളിയും കൂടെ അരച്ച കല്ലിലിട്ട് അരച്ച നല്ല അടിപൊളി ചമ്മന്തിയാണ് നമ്മളെ തേങ്ങാ ചമ്മന്തി. നമ്മൾ എല്ലാത്തിലും ഒരേ അളവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല നാരങ്ങ അച്ചാർ, കുറച്ച് ലാഗൊക്കെ ഉണ്ടാവും. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു തീരെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ. അതാണ് ഇപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആദ്യമൊന്നും ഞാൻ വോയിസ് ഓവർ അല്ലായിരുന്നു. ഇപ്പം കേൾക്കണിങ്ങനെ ഫോണിൻ്റെ പ്രശ്നമാണ്. എന്നിട്ട് അതിക്ക് മത്തങ്ങ വെള്ളരി കൂട്ടാൻ വെച്ച് കൊടുക്കുക. കുറച്ച് സാധനങ്ങൾ കൂടെ, കുറച്ച് ചെറിയ പൊതിച്ചോറാണ് ഇട്ടത്. നമുക്ക് എന്നിട്ട് മുട്ട വെച്ച് കൊടുക്കാം. ഇതിലെ മെയിൻ മുട്ടയല്ല, പൊതിച്ചോറിൽ തന്നെ നമുക്കൊന്ന് ഇത് പൊതിയാം. ഇങ്ങനെ പൊതിയൽ എന്നാൽ എൻ്റെ രീതിയിൽ ഇങ്ങനെ പൊതിയൽ. എന്നോട് കുറേ ആൾ പറയുന്നു സൗണ്ട് കേൾക്കുന്നില്ല, എന്താന്ന് പറയണത് ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ. നമ്മൾ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പൊതിയുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോ പോയി ഒന്ന് കാണുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന ഒരു ഉന്നക്കായ റെസിപ്പി ഉണ്ടായിരുന്നു, ഒക്കെ പോയി കാണുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മളെ ചെറിയ പൊതിച്ചോറ് കൂട്ടാനുകളും പൊതിച്ചോറിങ്ങനെ പൊതിയാന്നുള്ള ചെറിയൊരു വീഡിയോ ആണിത്. എല്ലാവരും ലൈക്ക് ചെയ്യുക. ബൈ ബൈ.